നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പൈലറ്റുള്ള എയർ ടാക്സി സർവീസുകൾ അടുത്ത വർഷം ദുബായിൽ ആരംഭിക്കാനിരിക്കെ വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. മർഗാമിൽ നിന്ന് പറന്നുയർന്ന എയർ ടാക്സി അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സ് അക്കൗണ്ടിലൂടെ ഇതിന്റെ ചിത്രങ്ങളും പങ്കുവച്ചു. മങ്കി പോക്സ് രോഗവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് പുറത്തിറക്കി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. രോഗബാധിതരുമായി അടുത്തിടപഴകുന്നത് വഴിയാണ് രോഗം പകരുന്നത്. യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം ഒരുക്കുന്നതിനായി ഷാർജ രാജ്യാന്തര വിമാനത്താവളം പുതിയ ഹോം ചെക്ക് ഇൻ സേവനം അവതരിപ്പിച്ചു. ഇതിലൂടെ യാത്രക്കാർക്ക് വീടുകൾ, ഹോട്ടലുകൾ, ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും. പുതിയ സംവിധാനത്തിലൂടെ സമയം ലാഭിക്കാനും യാത്രാ സമ്മർദ്ദം കുറയ്ക്കാനും കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സൗദി തൊഴിൽ വകുപ്പ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ജീവനക്കാർക്ക് ആഴ്ചയിൽ 1 ദിവസം അവധി നൽകണമെന്നാണ് പുതിയ നിയമം. ഈ അവധി ദിവസം പണം നൽകി കമ്പനികൾ ജോലി ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി മുതൽ അവധി ദിവസങ്ങളിൽ ജീവനക്കാരെ പണം നൽകി ജോലി ചെയ്യിക്കാൻ പാടില്ല. തൊഴിലാളികൾക്ക് നിർബന്ധമായും പൂർണ്ണ വിശ്രമം ലഭിക്കണം. അതിനുവേണ്ടിയാണ് പുതിയ നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.